ഹായ് കൂട്ടുകാരെ, ഇന്നും വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള 2 ക്രിസ്മസ് സ്പെഷ്യൽ DIY ആണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അതിനായിട്ട് എടുത്തിരിക്കുന്ന ഈ വേസ്റ്റ് മെറ്റീരിയലാണ് നമ്മുടെ ഫ്രൂട്ട് ഫോം നെറ്റ്. അപ്പോൾ ഫസ്റ്റ് ഐഡിയ കാണണ്ടേ, അതിനായിട്ട് ഇതുപോലെ ഒരു സ്റ്റാർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന സ്റ്റാർ ഷേപ്പ് ഉണ്ടല്ലോ, ഒന്ന് കറക്റ്റിന് ഈ ഒരു സ്റ്റാർ വെച്ച് കൊടുത്തിട്ട് ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാവേ. ഇപ്പോൾ ഞാൻ ഓൾറെഡി കാർഡ്ബോർഡ് പീസിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാണ് 2 സ്റ്റാർ ഒന്ന് ഡിസൈൻ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാർ കട്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തെടുക്കാവേ. ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രൂട്ട് ഫോം നെറ്റ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി എടുത്തിട്ട് അത്യാവശ്യം ഒന്ന് വലിച്ച് വെച്ചിട്ട് ഇതിലേക്കൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാവേ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ, അതായത് നമ്മൾ പെയിൻറ്റ് ചെയ്ത ഒരു വശം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ടാണ് ഇതുപോലെ ഫ്രൂട്ട് ഫോം നെറ്റ് ഒന്ന് വലിച്ച് പിടിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് എടുക്കേണ്ടതേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന അതായത് ഈ സ്റ്റാറിൻ്റെ പുറമേ നിൽക്കുന്ന ഫ്രൂട്ട് ഫോം നെറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് എല്ലാം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. കറക്റ്റ് ആ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് തന്നെ കിട്ടുന്ന രീതിയിൽ ആക്കിയെടുക്കാം. നമ്മുടെ സ്റ്റാറിൽ ഈ ഒരു ഡിസൈന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രൂട്ട് ഫോം സ്റ്റാറിന് കുറച്ചും കൂടി ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് ഒരു ബ്ലൂ കളറിലുള്ള ഒരു ലേസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മുടെ സ്റ്റാറിൻ്റെ ഔട്ട്ലൈനിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫുള്ളും ഒട്ടിച്ചെടുക്കാവേ. അപ്പോൾ അത് ഓൾറെഡി നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ക്യൂട്ടായിട്ടില്ലേ കാണാൻ. ഇനി നമുക്ക് കുറച്ച് വർക്കും കൂടി ഇതിൽ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തെർമോക്കോൾ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തെർമോക്കോൾ പീസിനെ കട്ട് ചെയ്തിട്ട് ചെറിയ ഒരു ബോളിൻ്റെ സൈസിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ സൈഡൊക്കെ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് ബ്ലേഡ് വെച്ചിട്ട് ചെത്തി കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ സാൻഡ് പേപ്പറും കൂടി എടുത്തിട്ട് ഒന്ന് പിടിച്ചു കൊടുത്താൽ ഒരു ബോളിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ജസ്റ്റ് ചെറിയൊരു ബോളിൻ്റെ ഷേപ്പിൽ അത്രയും മാത്രം നമുക്ക് ആക്കിയെടുത്താൽ കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഉള്ളിൽ പോവും, അതുകൊണ്ട് ഈ ഒരു സൈസിന് മതി. നല്ല ഷേപ്പ് ആക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് തന്നെ നല്ല കറക്റ്റ് റൗണ്ട് സൈസിനാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തിരുന്ന പീസ് ബോൾ ഈ ഫ്രൂട്ട് ഫോം നെറ്റിൽ ഇതുപോലെ ഡബിളായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നൂല് വെച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാ താഴെ നിൽക്കുന്ന ആ പീസ് ഒന്ന് വലിച്ച് പിടിച്ച് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഹോട്ട് ഗ്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് കെട്ടിടേണ്ട ആവശ്യമൊന്നും വരത്തില്ല. എക്സ്ട്രാ പീസ് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഹോട്ട് ഗ്ലൂ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഉണ്ടാക്കണ്ടേ, അതിനായിട്ടാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് എക്സ്ട്രാ പീസ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് ഒരു ബോളിൻ്റെ ഷേപ്പിലായി കിട്ടാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് സിഗരറ്റ് ലാമ്പ് എടുക്കാം. ഒന്ന് പിടിച്ചെടുത്താൽ മതി. ആ എക്സ്ട്രാ പീസെല്ലാം ഇത് തന്നെ ചേർന്ന് കിട്ടിക്കോളും. ഇപ്പോൾ കറക്റ്റ് ബോളിൻ്റെ ഷേപ്പിൽ ഇപ്പോൾ തന്നെ ആയി കിട്ടിയില്ലേ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റാറിന് കൊടുത്തിരുന്ന ആ സെയിം കളർ ബ്ലൂ കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഈ ബോൾസിൻ്റെ ഒരു പുറമേ നിൽക്കുന്ന ആ ഒരു പീസിലോട്ട് മാത്രമാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഉള്ളിലോട്ട് നല്ല തിക്കായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു വൈറ്റ് കളറും കൂടി ഒരു കോമ്പിനേഷനായിട്ട് കിട്ടുന്ന രീതിയിലാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫുള്ളും ഒരു സിംഗിൾ കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ രീതിക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബോൾസ് ഫുള്ളും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് കുറച്ച് വാട്ടർ കളറാണ്. അപ്പോൾ ഈ വാട്ടർ കളറിൽ ഇതുപോലെ ഗോൾഡൻ കളർ മെറ്റാലിക് കളറിലുള്ള വാട്ടർ കളർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ടോപ്പിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒപ്പിക്കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അക്രിലിക് പെയിൻറ്റ് മെറ്റാലിക് ഗോൾഡൻ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇപ്പോൾ രണ്ടായാലും ഒരു കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് പകരം സിൽവർ കളർ ആണെന്നുണ്ടെങ്കിൽ നല്ല മാച്ചായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ബോർഡർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കൂടെ എടുത്തേക്കുന്നത് ഇതുപോലെ ബോൾ ചെയിൻ എടുത്തിട്ടുണ്ട്, വളരെ ചെറിയ സൈസിലുള്ളത്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല,
അധികം തിക്കല്ലാത്ത ലേസ് മോഡലത്തെ അങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലേസ് എടുത്താലും മതിയാവും. അല്ലെങ്കിൽ കളർഫുള്ളായിട്ടുള്ള നൂല്, ബ്ലൂ കളറിലുള്ള ത്രെഡ്, വൂളൻ ത്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ബോളിൻ്റെ കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കെട്ടി കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ, ഒട്ടിച്ചിട്ടൊന്നുമില്ല. ഈ സ്റ്റാറിൻ്റെ പുറകിലായിട്ട് ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടുണ്ട് ഈ ബോൾ ചെയിൻ ഒന്ന് അറ്റാച്ച് ചെയ്യാനായിട്ട്. അത് ഇതുപോലെ ഒന്ന് ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാപ്പി ക്രിസ്മസും കൂടെ സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റാർ തീം വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടാക്കിയത് ഉള്ള ഈ ഒരു സ്റ്റാർ തീം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സെക്കൻഡ് ഐഡിയ കണ്ടാലോ? അതിനായിട്ട് നമ്മുടെ ഫ്രൂട്ട് ഫോം നെറ്റ് എടുത്തിട്ടുണ്ട്. അതിനിതാ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മുകളിലത്തെ ഏരിയ ഉണ്ടല്ലോ, അവിടെ അധികം വലിഞ്ഞ് വരില്ല കേട്ടോ. അതാ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രത്തോളം ഒരു ഏരിയ കിട്ടുന്നുണ്ടോ അവിടെ വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ ടോപ്പിലത്തെ ഭാഗം കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കാം. എല്ലാ വശവും ഈക്വലായിട്ടിരിക്കണ്ടേ, അതിനായിട്ടാണ് കേട്ടോ. ഇതിവിടെ കറക്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ കുറച്ചും കൂടി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കൂടി എടുത്തേക്കുന്നത് ഇതുപോലൊരു പഴയ ഫയലാണ്, പ്ലാസ്റ്റിക്കിൻ്റെത്. അപ്പോൾ അതിൻ്റെ ബട്ടണോട് കൂടി ആ ഓപ്പണിങ്ങിന് വരുന്ന ആ ഒരു ഏരിയ ഞാൻ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്ത് വലിയൊരു ഷീറ്റായിട്ട് ഒന്ന് ഓപ്പണാക്കി എടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് കോണാക്കി എടുക്കണം. നമ്മുടെ മെഹന്തിയുടെയൊക്കെ കോണൊക്കെ നമ്മൾ ചുറ്റി എടുക്കുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിക്ക് ഒരു കോൺ ഷേപ്പിന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് ജോയിൻ്റ് ആയിട്ടിരിക്കണം കോൺ ഷേപ്പ്. അപ്പോൾ അതിലേക്ക് ഒട്ടിക്കാനായിട്ട് സെല്ലോ ടേപ്പാണ് എടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ടൊന്ന് ഒരു 2-3 പീസ് മതി. അത് വെച്ചിട്ടൊന്ന് ചുറ്റിനും വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ എക്സ്ട്രാ നിൽക്കുന്ന, അതായത് ഒരു റൗണ്ട് ഷേപ്പേ നമുക്ക് ആവാവൂ, ഒന്ന് കുത്തി നിർത്തുമ്പോൾ കറക്റ്റിനിരിക്കണം. അതിനായിട്ട് എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓരോ ഫ്രൂട്ട് ഫോം നെറ്റ് ഈ ഒരു കോണിലോട്ട് ചുറ്റിനും വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഫെവിബോണ്ട് ഗ്ലൂ ആണ്. ഈ ഒരു ഫ്രൂട്ട് ഫോം നെറ്റിൻ്റെ എല്ലാ സൈഡിലായിട്ടും നെറ്റ് ഇതുപോലെ ഗ്ലൂ വെച്ച് കൊടുക്കാം കേട്ടോ. ഉള്ള ഏരിയയിലൊന്നും വെക്കേണ്ട, അതിൻ്റെ 4 സൈഡും വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വരച്ച് പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോഴാണ് അതിന് പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ബാക്കി എല്ലാ ഏരിയസിലും അധികം ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ ഓരോ പീസും വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓരോ പീസും ഇതുപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ അത് ഇത്രയും മതിയാവും, വളരെ കുറച്ച് പീസ് മതി. ഇത് വെച്ചിട്ട് അധികം ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഒരു കോൺ ഷേപ്പ് ഫുള്ളും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ കോൺ ഷേപ്പിൻ്റെ താഴത്തെ ഏരിയ വരുന്ന രീതിയിൽ ഒരു കാർഡ്ബോർഡ് പീസ് വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ഒരു ചെറിയ റൗണ്ട് സൈസും കൂടി വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഉള്ളിലേക്ക് നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ഒന്ന് വെച്ച് കൊടുക്കാനാണ്. ഇനി ഈ ഒരു കാർഡ്ബോർഡ് പീസും ഈ കോൺ ഷേപ്പും കൂടി ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോൺ ഷേപ്പും കാർഡ്ബോർഡ് പീസും കൂടെ ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ എല്ലാം ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ടൈപ്പിലുള്ള ഗോൾഡൻ്റെ ലേസാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. തെർമോകോൾ ബോൾസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ കയ്യിലുള്ള ബീഡ്സോ വൂളൻ ത്രെഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുത്താലും മതിയാവും. ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ ഈ ഒരു ഗോൾഡൻ്റെ ലേസ് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ആ ഒരു മെത്തേഡിൽ മുകളിൽ വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് സ്വീക്കൻസും കൂടെ എടുത്തിട്ടുണ്ട്, ഒരു മൾട്ടി കളറിലുള്ളത്. അതും കൂടി ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു കുഞ്ഞ് സ്റ്റാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാൻഡിൽ ലൈറ്റും കൂടി ഇതിൽ വെച്ചെടുത്താൽ നമ്മുടെ വൈറ്റ് കളറിലുള്ള ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വലിയ വില കൊടുത്ത് നമ്മൾ ഈ ഒരു ടൈപ്പിലുള്ള ക്രിസ്മസ് ട്രീ ഒക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയം കൊണ്ട് ഇതുപോലെ ഫ്രൂട്ട് ഫോം നെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്